നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരള രാഷ്ട്രീയത്തിൽ 10 വർഷത്തെ കാത്തിരിപ്പിന് അന്ത്യം കുറിച്ച് യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഇന്ന് അധികാരമേൽക്കുന്നു. കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ ഇന്ന് 10 മണിയോടെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ബൃഹത്തായ ചടങ്ങിൽ സതീഷിനൊപ്പം 20 മന്ത്രിമാരും ഒരുമിച്ച് സത്യപ്രതിജ്ഞ ചെയ്യും. 1982-ൽ കെ കരുണാകരൻ സർക്കാരിന്റെ കാലത്തിന് ശേഷം ഇതാദ്യമായാണ് UDFന്റെ മുഴുവൻ മന്ത്രിമാരും ഒരേ ദിവസം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത് എന്നതും ഈ സർക്കാരിന്റെ പ്രത്യേകതയാണ്. 10 വർഷത്തെ ഭരണ തുടർച്ചയ്ക്ക് വിരാമമിട്ട് UDF തിരിച്ചെത്തിയതിന്റെ ആവേശത്തിലാണ് അണികൾ. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പതിനായിരങ്ങൾ തലസ്ഥാനത്തേക്ക് ഒഴുകിയെത്തുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് എത്താൻ ഇടയില്ലെങ്കിലും കോൺഗ്രസിലെ 4 മുഖ്യമന്ത്രിമാരും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് ദേശീയ നേതൃത്വം ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തും. തലസ്ഥാനം ഇന്ന് അക്ഷരാർത്ഥത്തിൽ UDFന്റെ ആഘോഷവേദിയായി മാറും. കനത്ത സുരക്ഷയിലാണ് തലസ്ഥാനം. വേദിയിൽ ഗവർണർക്കൊപ്പം മുഖ്യമന്ത്രിയും മന്ത്രിമാരും മാത്രം മതിയെന്നാണ് ലോക്ഭവൻ അറിയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി വി.ഡി. സതീഷിന് പുറമെ 21 അംഗ മന്ത്രിസഭയിലെ മറ്റു മന്ത്രിമാരായി P.K. കുഞ്ഞാലിക്കുട്ടി, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, മോൻസ് ജോസഫ്, ഷിബു ബേബി ജോൺ, CP ജോൺ, അനൂപ് ജേക്കബ്, AP അനിൽകുമാർ, ബിന്ദു കൃഷ്ണ, PC വിഷ്ണുനാഥ്, M ലിജു, T സിദ്ദിഖ്, റോജി M ജോൺ, OJ ജനീഷ്, K തുളസി, P.K. ബഷീർ, N ഷംസുദ്ദീൻ, KM ഷാജി, V അബ്ദുൽ ഗഫൂർ എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്യുക. സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടു പിന്നാലെ ചേരുന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ വി.ഡി. സതീശൻ തന്റെ കരുത്ത് തെളിയിക്കുമെന്നാണ് വിവരം. സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും ലക്ഷ്യമിട്ടുള്ള വിപ്ലവകരമായ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ആദ്യ ക്യാബിനറ്റിൽ തന്നെ ഉണ്ടായേക്കും. ആശാപ്രവർത്തകരുടെ ഓണറേറിയം കൂട്ടും. കൊച്ചി മാതൃകയിൽ സംസ്ഥാനത്താകെ ഇന്ദിരാ ക്യാൻറ്റീൻ. KSRTCയിൽ സ്ത്രീകളുടെ സൗജന്യ യാത്രയിലും പ്രഖ്യാപനം വന്നേക്കും. ഇന്നലെ വൈകിട്ടോടെയാണ് മന്ത്രിമാരുടെ പട്ടിക തയ്യാറായത്. മുഖ്യമന്ത്രി അടക്കമുള്ള 21 മന്ത്രിമാരുടെയും പട്ടിക ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് ലോക്ഭവനിലെത്തി വി.ഡി. സതീശൻ കൈമാറി. മന്ത്രിമാർക്ക് ടേം വ്യവസ്ഥ കൊണ്ടുവരുന്നത് ഉഭയകക്ഷിയിൽ ധാരണയായിട്ടുണ്ട്. എന്നാൽ തർക്കം തീർന്നിട്ടില്ല. അനൂപ് ജേക്കബും അണി സി കാപ്പനും മന്ത്രിസ്ഥാനം പങ്കുവയ്ക്കണമെന്നാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. ഇതിനോട് അനൂപിനും കാപ്പനും എതിർപ്പുണ്ട്. ഏതായാലും അനൂപ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് തീരുമാനം. ചരിത്രത്തിൽ ആദ്യമായി മുസ്ലിം ലീഗും മന്ത്രിസ്ഥാനത്തിന് ടേം ഏർപ്പെടുത്തി. കോഴിക്കോട് മന്ത്രിസ്ഥാനമില്ലാത്തതിനാൽ പാറക്കൽ അബ്ദുള്ളയെ 2.5 വർഷം കഴിഞ്ഞ് മന്ത്രിയാക്കുമെന്ന് ലീഗ് പ്രഖ്യാപിച്ചു. ആരാണ് ഒഴിയേണ്ടതെന്ന് ഇപ്പോൾ ലീഗ് പുറത്തു പറഞ്ഞിട്ടില്ല. മന്ത്രിമാരുടെ വകുപ്പുകളിലും അന്തിമ തീരുമാനമായിട്ടില്ല. വൈദ്യുതി വകുപ്പ് വേണ്ടെന്ന് പറഞ്ഞ കെ മുരളീധരന് ആരോഗ്യ വകുപ്പും ദേവസ്വവും നൽകാൻ ധാരണയായിട്ടുണ്ട്. ഇത് UDFൽ ആദ്യമാണ്. ബിന്ദു കൃഷ്ണ, K തുളസി എന്നിവർ മന്ത്രിസഭയിലും ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലും. 1960-64-ൽ A നഫീസത്ത് ബീവിക്ക് ശേഷം ആദ്യമായാണ് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് ഒരു വനിത എത്തുന്നത്. അർഹതപ്പെട്ടവർ ഒരുപാടുണ്ട്. നിലവിൽ മന്ത്രിമാരായവരേക്കാൾ യോഗ്യരായവർ പുറത്തുണ്ട്. സാമൂഹിക സാഹചര്യം, മേഖലാ പരിഗണന, സ്ത്രീ പ്രാതിനിധ്യം തുടങ്ങിയ പല കാര്യങ്ങളും പരിഗണിക്കേണ്ടി വരുമ്പോഴുള്ള പ്രശ്നമാണ്. കോൺഗ്രസ് ഇത്തരം കാര്യങ്ങളെല്ലാം പരിശോധിച്ചാണ് തീരുമാനമെടുക്കാറുള്ളത്. പല മാനദണ്ഡങ്ങൾ കാരണം പലരും ഒഴിവാക്കപ്പെട്ടതിൽ ദുഃഖമുണ്ട്. യുവത്വമുള്ള മന്ത്രിസഭയാണ് സതീശന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഉണ്ടാകുന്നത്. ആദ്യമായി MLA ആയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷിനെ മന്ത്രിയാക്കിയതും അപ്രതീക്ഷിതമായാണ്. ഗ്രൂപ്പ് അവകാശവാദങ്ങളിൽ പോലും ഇടം പിടിക്കാതിരുന്ന പേരാണ് ജനീഷിൻ്റേത്. 21 അംഗ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി അടക്കം 16 പേർ പുതുമുഖങ്ങളാണ്. P.K. കുഞ്ഞാലിക്കുട്ടി, രമേശ് ചെന്നിത്തല എന്നിവരാണ് ഭരണരംഗത്തെ കാരണവർമാരായി മന്ത്രിസഭയിലുള്ളത്. K മുരളീധരൻ MP, അനിൽകുമാർ, ഷിബു ബേബി ജോൺ, അനൂപ് ജേക്കബ്, മോൻസ് ജോസഫ് എന്നിവരാണ് നേരത്തെ മന്ത്രിമാരായിരുന്നവർ. ബാക്കിയെല്ലാം പുതുമുഖങ്ങളാണ്. പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ളതാണെന്നും വാക്ക് മാറില്ലെന്നും നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയായാലും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ ഇരിക്കില്ലേ എന്ന ചോദ്യത്തിന് ഞാൻ എപ്പോഴും നിങ്ങളുടെ ചോദ്യങ്ങളെ നേരിട്ടിട്ടില്ലേ, നിങ്ങളെ കാണാതെ പോകുന്നവനല്ലല്ലോ എന്നായിരുന്നു മറുപടി. ഞാൻ വിമർശിക്കപ്പെടണം, മാധ്യമങ്ങൾ എന്നെക്കുറിച്ച് നല്ലത് മാത്രം പറയണമെന്നില്ല, വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കണം, തിരുത്തൽ ശക്തിയായി മാധ്യമങ്ങൾ ഉണ്ടാകണമെന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. വീഴ്ചകൾ തിരുത്തി മുന്നോട്ട് പോകും. ഞാൻ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റാണ്. ആകാശത്ത് നിന്ന്
വാർത്തകൾ ഉണ്ടാക്കരുത്. പുതുയുഗ പിറവിക്കാണ് UDF എത്തുന്നത്. ആ ഉത്തരവാദിത്തം മാധ്യമങ്ങളുടേത് കൂടിയാണ്. കുറവുകളുണ്ട്, സമ്മതിക്കുന്നു എന്നാണ് സതീശൻ പറഞ്ഞിരിക്കുന്നത്. മന്ത്രിമാരെ നിശ്ചയിക്കുന്നതിൽ ഒരു നേതാവ് സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല. ഗ്രൂപ്പ് തർക്കവും ഉണ്ടായിട്ടില്ല. ഒന്നിച്ചിരുന്നാണ് തീരുമാനമെടുത്തത്. വീതം വെപ്പല്ല നടന്നത്. അതുകൊണ്ടാണ് 24 മണിക്കൂറിനുള്ളിൽ മന്ത്രിമാരുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കാനായത്. വകുപ്പുകളുടെ കാര്യത്തിലും ഏകദേശ ധാരണയായിട്ടുണ്ട്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അത് ഗവർണർക്ക് കൈമാറുമെന്നും സതീശൻ പറഞ്ഞു. കറുത്ത കാറിൽ യാത്ര ചെയ്യില്ല എന്ന് ആരോടും പറഞ്ഞിട്ടില്ലെന്നും VD സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രി എന്ന നിലയിൽ ഏത് വാഹനമാണോ കിട്ടുന്നത് അത് ഉപയോഗിക്കും. അത് ലാളിത്യമായി വ്യാഖ്യാനിക്കേണ്ടതില്ല. നിലവിലെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഒരു പുതിയ കാർ വാങ്ങിച്ചാൽ അത് തെറ്റായ സന്ദേശം നൽകുമെന്ന് VD സതീശൻ പറഞ്ഞു. 3 വാഹനത്തിൽ കൂടുതൽ വേണ്ടെന്ന് പോലീസിനോട് പറഞ്ഞു. അകമ്പടി വാഹനം ഒഴിവാക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടും അനുവദിച്ചില്ല എന്നും സതീശൻ പറഞ്ഞു. തനിക്ക് 3 വാഹനങ്ങളുടെ അകമ്പടി മാത്രം മതി. മുമ്പ് ആംബുലൻസ് അടക്കം 30ഓളം വാഹനങ്ങൾ ഉൾപ്പെടുന്ന വലിയ വ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ ഒരു മുഖ്യമന്ത്രിയും ഇതിൽ കുറ്റപ്പെടുത്തുന്നില്ല. മുഖ്യമന്ത്രിക്ക് നൽകുന്ന Z+ സുരക്ഷാ വിഭാഗത്തിന്റെ ഭാഗമാണിത്. ഇത് കേന്ദ്ര സർക്കാരിന്റെ കൂടി നിരീക്ഷണത്തിലുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു. സാധാരണക്കാരന്റെ അനുഭവങ്ങളിൽ നിന്നാണ് തന്റെ ഈ കാഴ്ചപ്പാട് രൂപപ്പെട്ടതെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. റോഡിൽ 30ഓളം വാഹനങ്ങൾ അടങ്ങുന്ന ഒരു VIP വ്യൂഹം കടന്നു പോകുന്നത് കാണുന്ന ഒരു സാധാരണക്കാരന്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ചാൽ എനിക്ക് വലിയ വിഷമം തോന്നും. അത്തരം ഒരു അകമ്പടി കടന്നു പോകാൻ വേണ്ടി മാത്രം നമ്മൾ അരമണിക്കൂറോ 1 മണിക്കൂറോ റോഡിൽ കാത്തു നിൽക്കേണ്ടി വന്നാൽ എന്തായിരിക്കും മാനസികാവസ്ഥ? അതുകൊണ്ടാണ് തനിക്ക് വലിയൊരു വാഹന വ്യൂഹം വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. തന്നെ ലളിതനായോ വിനീതനായോ ചിത്രീകരിക്കാൻ വേണ്ടിയല്ല ഈ തീരുമാനമെന്നും അടിയന്തര ഘട്ടങ്ങളിൽ VIP മൂവ്മെന്റ് കാരണം റോഡിൽ കുടുങ്ങിപ്പോകുന്ന അവസ്ഥ ആലോചിച്ചാണ് ഇതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തന്റെ മെൽബൺ സന്ദർശന വേളയിൽ ഒരു അനുഭവം അദ്ദേഹം പങ്കുവച്ചു. വലിയ സുരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ലാതെ പ്രതിരോധ മന്ത്രിയും കുടുംബവും സ്വയം വാഹനം ഓടിച്ച് ഒരു ഷോപ്പിംഗ് മാളിലേക്ക് വരുന്നത് കണ്ട് താൻ അത്ഭുതപ്പെട്ടു പോയതായി അദ്ദേഹം പറഞ്ഞു. കേരളത്തിലും അത്തരമൊരു സാഹചര്യം സാധ്യമാകുന്ന ഒരു കാലമുണ്ടാകുമെന്നും താൻ പ്രതീക്ഷിക്കുന്നതായും സതീശൻ പ്രത്യാശ പ്രകടിപ്പിച്ചു. സംസ്ഥാനത്തെ സമരങ്ങളും റോഡ് ഉപരോധങ്ങളും മുഖ്യമന്ത്രിമാരുടെയും മന്ത്രിമാരുടെയും യാത്രകളെ ബാധിക്കാറുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കൂടുതൽ വാഹനങ്ങൾ ഉപയോഗിച്ചതിന്റെ പേരിൽ എന്റെ മുൻഗാമികൾ തെറ്റ് ചെയ്തു എന്ന് ഞാൻ പറയില്ല. കഠിനമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയാണ് അവർ തങ്ങളുടെ സ്ഥാനങ്ങളിൽ എത്തിയത്. അതുകൊണ്ട് പിണറായി വിജയനെ ഞാൻ ഇതിലൊട്ടും കുറ്റപ്പെടുത്തില്ല, അദ്ദേഹം പറഞ്ഞു. ഓരോ മുഖ്യമന്ത്രിമാർക്കും വ്യത്യസ്തമായ ശൈലികളും സാഹചര്യങ്ങളുമാണ് ഉള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഏതായാലും 10 മണിക്കാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നത്. പ്രമുഖരായിട്ടുള്ള പല ആളുകളും ആ വേദിയിലേക്ക് എത്തുന്നുണ്ട്. വളരെ സുരക്ഷാ സംവിധാനങ്ങൾ കൂടിയാണ് ഒരുക്കിയിട്ടുള്ളത്.